നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലെബനൻ ആക്രമണത്തിനുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതായി ഇസ്രയേൽ വെളിപ്പെടുത്തുകയും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തതോടെ ഇസ്രയേൽ ഹമാസ് സംഘർഷം ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. ലെബനനിലേക്കുള്ള ഏതൊരു ഇസ്രയേലി സൈനിക ആക്രമണവും പ്രതിരോധിക്കാനുള്ള സൈനിക സഹായം ഇറാൻ ഹിസ്ബുള്ള തീവ്രവാദി ഗ്രൂപ്പിന് നൽകുമെന്നും ഇത് ഇസ്രയേലിന് പിന്തുണ നൽകുന്ന US സേനയുമായുള്ള യുദ്ധത്തിന് കാരണമായേക്കുമെന്നും US മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇത്തരമൊരു അവസ്ഥയിൽ UN പോലും നിസ്സഹായമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത് ലോകം മുഴുവനും ചാമ്പലാക്കാനുള്ള ഒരു അസ്ത്രമായി മാറുകയാണ് ഇപ്പോൾ. UNO അമേരിക്കയോ നടത്തുന്ന സമാധാന ചർച്ചകളിലൂടെ ഹിസ്ബുള്ളയെ അതിർത്തിയിൽ നിന്ന് അകറ്റാൻ സാധിച്ചില്ല എങ്കിൽ ലെബനനിൽ സൈനിക ആക്രമണം നടത്തുമെന്ന് ഇസ്രയേലി സൈനികർ അറിയിച്ചു. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ US പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ലെബനനിലെ ആക്രമണത്തിനുള്ള പദ്ധതികൾ US ഉൾപ്പെടെ അംഗീകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്തു എന്നാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ സൈന്യം പറഞ്ഞിരുന്നത്. നയതന്ത്രമായ ഒരു പരിഹാരം കൈവരിക്കാനാകുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നും എന്നാൽ ആവശ്യമെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രശ്നം പരിഹരിക്കുമെന്നും നെതന്യാഹു ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇത് ഒരു തുറന്ന യുദ്ധപ്രസ്താവന തന്നെയാണ്. സംഘർഷത്തിന് നയതന്ത്രപരമായ പരിഹാരം കാണാൻ US ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ, സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, മറ്റ് മുതിർന്ന US ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിക്കാഴ്ചകൾക്കായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വാഷിംഗ്ടൺ സന്ദർശിക്കുന്നതിനാൽ ഈ ആഴ്ച ഈ വിഷയം ഉയർന്നുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡന്റെ മുതിർന്ന ഉപദേഷ്ടാവ് അമോസ് ഹോർസ്റ്റിൻ ലെബനനിലെയും ഇസ്രയേലിലെയും ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞയാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഇസ്രയേൽ ലെബനൻ ഹിസ്ബുള്ള സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇസ്രയേൽ തെക്കൻ ലെബനിലേക്ക് വ്യോമാക്രമണം നടത്തിയതിന് പകരം ചോദിക്കാനായി ഹിസ്ബുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ വടക്കൻ ഇസ്രയേലിലേക്ക് ഡസൻ കണക്കിന് റോക്കറ്റുകൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനും പുറമെ ഇസ്രയേൽ സൈനികർക്ക് നേരെ നിരവധി ആക്രമണങ്ങളും നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഗാസ മുനമ്പിലെ പാലസ്തീൻ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾ കഴിഞ്ഞ 8 മാസമായും തുടരുകയാണ്. ഇതിനൊപ്പമാണ് ഇപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും യുദ്ധരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. വാഷിംഗ്ടണിൽ സന്ദർശനം നടത്തുന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ലെബനനിൽ കൂടുതൽ സംഘർഷം ഒഴിവാക്കേണ്ടതിന്റെയും ഇസ്രയേലി ലെബനീസ് കുടുംബങ്ങളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്ന നയതന്ത്ര പ്രമേയത്തിൽ എത്തേണ്ടതിന്റെയും പ്രാധാന്യം എടുത്തു പറഞ്ഞിരുന്നു. ഇതേസമയം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഇസ്രയേലിൽ ഒരു സ്ഥലവും റോക്കറ്റ് ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കില്ല എന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രയേൽ ലെബനൻ ആക്രമിക്കുകയാണെങ്കിൽ സൈപ്രസ് ആക്രമിക്കുമെന്ന് ഹസൻ നസ്രല്ല ഭീഷണിപ്പെടുത്തി. യൂറോപ്യൻ യൂണിയൻ അംഗമായ സൈപ്രസിൽ ഒരു എയർബേസ് ഉൾപ്പെടെ 2 ബ്രിട്ടീഷ് താവളങ്ങളാണുള്ളത്. പക്ഷേ അവ സൈപ്രസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല, മറിച്ച് പരമാധികാര ബ്രിട്ടീഷ് പ്രദേശത്താണ് ഉള്ളത്. സൈപ്രസ് ഗവൺമെന്റ് വക്താവ് കോൺസ്റ്റാന്റിനോസ് ലെസ്റ്റിംബിയോട്ടിസ് ലെബനനുമായി ബന്ധപ്പെട്ട സംഘടനത്തിൽ സൈപ്രസ് ഇടപെടാൻ സാധ്യത ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇതേസമയം US സേനയ്ക്കൊപ്പം പ്രവർത്തിക്കുന്ന സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമതാവളത്തിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരെ ആക്രമിച്ചിട്ടുണ്ട്. ഇവർ മാസങ്ങളായി ചെങ്കടലിൽ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുമുണ്ട്. യമനിലെ 2 വിമത കേന്ദ്രങ്ങളിൽ സൈന്യം ആക്രമണം നടത്തിയതിന് ഒരു ദിവസത്തിനു ശേഷം നിരവധി ഹൂതി ഡ്രോണുകൾ നശിപ്പിച്ചതായി വ്യാഴാഴ്ച US സൈന്യം അറിയിച്ചു. ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികളോടുള്ള പ്രതികരണമായാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഹൂതികളും ഹിസ്ബുള്ളയും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ സഖ്യകക്ഷികളും അല്ലെങ്കിൽ എല്ലാ ശക്തികളും ഇപ്പോൾ ഒരുമിച്ച് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഹമാസ് ഭരിക്കുന്ന പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ പ്രതികാര ആക്രമണത്തിൽ കുറഞ്ഞത് 37,431 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ ലെബനനിൽ കുറഞ്ഞത് 479 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പോരാളികളാണ് എങ്കിലും 93 സാധാരണക്കാരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. വെടിനിർത്തൽ പദ്ധതി നടപ്പിലാക്കണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ ഗാസ വെടിനിർത്തലിനെ ശക്തമായി എതിർക്കുകയാണ്. വർഷങ്ങളോളം ലെബനന്റെ തെക്കൻ ഭാഗം ഒരു ബഫർ സോണായി ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരുന്നതാണ്.
2000 UN സുരക്ഷാ കൗൺസിൽ പ്രമേയം നമ്പർ 425 അനുസരിച്ച് ഇത് പിൻവലിച്ചു. ഇതോടെ ലെബനന്റെ ഈ ഭാഗത്ത് ഹിസ്ബുള്ള പ്രബല ശക്തിയായി മാറുകയായിരുന്നു. 25,000-ലധികം മുഴുവൻ സമയ സൈന്യവും ഏകദേശം 30,000 റിസർവിസ്റ്റുകളും $800 മില്യൺ കൂടുതലുള്ള സൈനിക ബജറ്റുമുള്ള കേഡർ ശക്തിയിലുള്ള ലെബനിലെ ദേശീയ സൈന്യത്തെക്കാൾ വളരെ ഉയർന്ന ശക്തിയായി ഹിസ്ബുള്ള പിന്നീട് ശക്തി ആർജിച്ചിട്ടുണ്ട്. 2006 ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ വീണ്ടും ലെബനൻ ആക്രമിച്ചിട്ടുണ്ട്. തെക്കൻ ലെബനനിൽ വ്യാപകമായ നാശമുണ്ടാക്കിയെങ്കിലും ഹിസ്ബുള്ളയെ നിർവീര്യമാക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടു. ഇതിനുശേഷം ഹിസ്ബുള്ള വലിയ സൈനിക ശക്തിയായി വീണ്ടും വളർന്നു. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഹിസ്ബുള്ള ഒരു പ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇറാനിയൻ പ്രോക്സിയായി ബഷാർ അൽ അസാദ് ഭരണകൂടത്തിന്റെ പക്ഷത്ത് പോരാടുന്നുണ്ട്. ഇന്ന് ഇറാനും സിറിയയും ഹമാസും ചേർന്ന് ഇസ്രയേലിനെതിരെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കപ്പെടുന്നതിന്റെ ഭാഗമായി നിലകൊള്ളുന്നു. ഇറാഖിലെ ഷിയ മിലിഷ്യകളും യമനിലെ ഹൂത്തി സേനയും പോലെ മേഖലയിലെ ഇറാന്റെ പിന്തുണയുള്ള മറ്റു സേനകളുമായും ഹിസ്ബുള്ള സഖ്യത്തിലാണ്. ഒക്ടോബർ 7 മുതൽ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തികളിൽ സാന്നിധ്യം സജീവമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്തു നിന്ന് ആയിരക്കണക്കിന് സിവിലിയന്മാരെ ഒഴിപ്പിച്ചതിൽ ഹിസ്ബുള്ളയ്ക്കും നല്ലൊരു പങ്കുണ്ട്. ഒക്ടോബർ 7 മുതൽ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തികളിൽ നിന്ന് ആയിരക്കണക്കിന് സിവിലിയന്മാരെ ഒഴിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇനിയുമൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് തന്നെയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.